സന്തോഷം. എന്നെ തല്ലാൻ തോന്നുന്നൊക്കെ പറയും. അപ്പോൾ അതാ അപ്പോൾ ഞാൻ നമ്മളെ പ്രൊമോഷനും റിവ്യൂ കഴിഞ്ഞപ്പോഴൊക്കെ പറഞ്ഞായിരുന്നു നമ്മുടെ ക്യാരക്ടേഴ്സിന് എല്ലാം ഗ്രേ ഷെയ്ഡ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ദേഷ്യം തോന്നിയാൽ അതെയല്ല ദേഷ്യം തോന്നുന്നതാണ് വിജയം എന്ന് പറഞ്ഞ് വിചാരിക്കും. മെയ് ഒക്കെ എന്നെ വാട്സപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാൻ പോകുന്നു. വലിയ അംഗീകാരം. സാധാരണ പ്രേക്ഷകർ പറയുന്നതല്ലേ നമ്മളൊരു സന്തോഷം. ശരി. പടം സീക്രട്ട് ഹോം അത് പടം കണ്ടപ്പോൾ എനിക്കൊരു ഫീൽ തോന്നുന്നത് ഒരു ക്രൈം സ്റ്റോറി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് പേര് കേട്ട് പലരും ഞാനും വിചാരിച്ച അങ്ങനെ ഒരു കുടുംബചിത്രം ആ ഒരു രീതിയിൽ വരുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത്രയും ക്രൈമും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അതേപോലെ തന്നെ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും BGM ആയാലും നല്ല കിടിലനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ക്യാമറ വർക്കും പിന്നെ പെർഫോമൻസിൻ്റെ മിക്സ് എല്ലാവരും നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആരും അങ്ങനെ പേര് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, പേര് എനിക്കറിയില്ല, അതാരും പേര് പറയുന്നത് എല്ലാവരും അഭിനയിച്ച എല്ലാവരും ഇതിൽ നല്ലോണം കസറി ചെയ്തിട്ടുണ്ട്. മെയിൻ എന്ന് പറഞ്ഞാൽ ക്രൈം ത്രില്ലറായിട്ട് നമുക്ക് ഫുൾ ടൈം തിയേറ്ററിൽ ഇരുന്നു. പിന്നെ പടത്തിൻ്റെ അവസാനം നിർത്തുന്നതൊക്കെ നമുക്ക് പല ചോദ്യങ്ങളും അവശേഷിപ്പിച്ചതാണ്. അത് ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. എന്തുകൊണ്ടും പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇല്ല, ഒരു സത്യം പറഞ്ഞാൽ ഞാനൊരു എക്സ്പെക്ടേഷനും ഇല്ലാണ്ട് വന്നേ. ഭയങ്കര എക്കോ അടിക്കണ്ടോ അതെനിക്കാണോ? ഓക്കെ. അപ്പോൾ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാണ്ട് വന്നത്. പക്ഷേ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇത് ഈ മൂവി കണ്ടിറങ്ങിയപ്പോൾ കുറേ പേർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ഓക്കെ. നമ്മൾ ഈ ടാഗ് ലൈനിൽ പറഞ്ഞ പോലെ തന്നെ എവറി ഹോം ഹാസ് എ സീക്രട്ട് എന്നും പറഞ്ഞിരുന്നു. ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ട്രൂ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് സത്യമാണെന്ന് തോന്നുന്നു. കുറേ പേരൊക്കെ സിനിമ കണ്ടുമ്പോൾ ഞങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ പറഞ്ഞു വരുമായിരിക്കും തോന്നുന്നു. ഇല്ല, അങ്ങനത്തെ പ്രശ്നം നമുക്കൊന്നുമില്ല. നമ്മൾ കാരണം എഴുതിയിട്ടുണ്ട് ബേസ്ഡ് ഓൺ എൻ ഇൻസിഡൻറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഒരു ഇമാജിനേറ്റീവ് പാർട്ടാണ്, റൈറ്ററിൻ്റെ ഒരു ഇമാജിനേറ്റീവ് പാർട്ടാണ്. പ്രശ്നങ്ങളുണ്ടായാൽ ആൾക്കാർ പണം ശ്രദ്ധിക്കുന്നു എന്നല്ലേ അർത്ഥം. നടക്കട്ടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എൻ്റെ അമ്മ ഇല്ലില്ല, ഷൂട്ട് കഴിഞ്ഞിട്ടേ 5 മണിക്കാണ് വന്ന് കിടന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? താങ്ക് യു സോ മച്ച്. എല്ലാവരും പോയി പടം കാണാം, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.